ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. ഒരു ആപ്പിൾ കഴിക്കണമെന്ന മോഹവുമായിട്ട് കയറി വന്നത് ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. സീസൺ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഞങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തതുപോലെ കുറച്ച് ആപ്പിൾ അവിടങ്ങളിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തായാലും ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന ഒരു തോട്ടം തന്നെയാണിത്. കൂടാതെ ഇവരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് നല്ല സ്നേഹത്തോടു കൂടെയാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്, കൂടെയുള്ളത് ഞങ്ങളുടെ ഡ്രൈവറാണ്. ഈ ഒരു പാക്കേജിൽ ഞങ്ങളെ കശ്മീരിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പോകുന്ന ആളാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ആപ്പിൾ സീസൺ കഴിഞ്ഞു, ഈ ഒരു സീസൺ ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു തോട്ടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയെന്ന് വരില്ല. സീസൺ കഴിഞ്ഞു പോയതിൻ്റെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആപ്പിൾ ട്രീ കാണുന്നത്. കാരണം ഈ സ്റ്റോറീസിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ആപ്പിൾ തോട്ടത്തിലൂടെയുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്കുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് ആപ്പിൾ തോട്ടത്തിലൂടെ ഒന്ന് നടക്കണം എന്നുള്ളത്. അതെന്തായാലും ഇന്ന് സാധിച്ചു. വെയിൽ വന്നിട്ടും ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും. ശരിക്കും തണുപ്പെന്നുള്ളത് നല്ലൊരു വേസ്റ്റ് ഫീലിംഗ് ആണെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഇനി ഞാൻ തണുപ്പിനെ പ്രശംസിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് നേരമായിട്ട് ഒരു ആപ്പിൾ പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കാരണം നല്ലൊരു ആപ്പിൾ തന്നെ വേണം മൂപ്പരിക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ട്രീയിൽ ഒരൊറ്റ ആപ്പിൾ മാത്രം മൂപ്പര് കണ്ടു. അപ്പോൾ അതാണെങ്കിൽ നല്ല റെഡ് കളറുണ്ട്. അപ്പോൾ അത് തന്നെ വേണമെന്നുള്ള വാശിയിൽ കുലുക്കിയിടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ വിജയകരമായിട്ടൊരു ആപ്പിൾ വീണിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു ഇവിടുത്തെ ആപ്പിളിന്. കശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നൊന്നുമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.